നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് കെ സുധാകരൻ എം പി കൊച്ചിയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഗുണ്ടകൾ പങ്കെടുത്തത് വിവാദമാകുന്നു. നിരവധി കേസുകൾ പ്രതിയായ മട്ടാഞ്ചേരി ഹാരിസ്, പ്രമാദമായ തോക്ക് കേസ് പ്രതി റിയാസ് തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. സംഭവം വിവാദമായതോടെ യോഗം തങ്ങളുടെ അറിവോടെയല്ലെന്ന് വ്യക്തമാക്കി എറണാകുളം DCC രംഗത്തെത്തി. കൊച്ചിയിൽ ഇത്തരമൊരു യോഗം സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് DCCക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നില്ല. ഈ യോഗവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. യോഗത്തെ സംബന്ധിച്ച് കെ സുധാകരൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. KPCCയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിൽ BJPയുടെ പഠന ശിബിരം. കോൺഗ്രസ് നേതാക്കൾ KPCC പ്രസിഡന്റിനെ അതൃപ്തി അറിയിച്ചു. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റിന്റെ ഹാളിലാണ് BJPയുടെ പഠന ശിബിരം നടന്നത്. ഇത് വിവാദമായതിനെ തുടർന്ന് KPCC നേതൃത്വം സ്ഥാപനത്തിന്റെ ചുമതലക്കാരിൽ നിന്ന് വിശദീകരണം തേടി. എന്നാൽ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഹാൾ വാടകയ്ക്ക് നൽകാറുണ്ടെന്നാണ് ചുമതലക്കാർ നൽകിയ വിശദീകരണം. ചുമതലക്കാർക്കെതിരെ നടപടിയെടുക്കാനുള്ള നീക്കത്തിലാണ് പാർട്ടി നേതൃത്വം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ CMRL ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത വീണ്ടും EDക്ക് മുന്നിൽ. കൊച്ചി കടവന്ത്രയിലെ ED ഓഫീസിലെത്തിയ ശരണിനെ ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. ഇത് രണ്ടാം വട്ടമാണ് ശരൺ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് EDക്ക് മുന്നിലെത്തുന്നത്. കേസിൽ നേരത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ T വീണയെ 2 തവണ ചോദ്യം ചെയ്തിരുന്നു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് ഇനി പിന്മാറാൻ സാധിക്കില്ലെന്ന് മന്ത്രി N ശംസുദ്ദീൻ. കരാറിൽ നിന്ന് പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂവെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ചോദ്യോത്തര വേളയിൽ പ്രവീൺ കുമാർ MLA ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ഏകപക്ഷീയമായി കേരളം ഇപ്പോൾ പിന്മാറിയാൽ പല ഇനങ്ങളിലായി 2000 കോടി രൂപയോളം നഷ്ടമാകും. പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ 152 ബ്ലോക്കുകളിലെ 304 സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതം 3 വർഷത്തേക്കാണ് ലഭിക്കുക. കോർപ്പറേഷൻ ഭരണത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള UDF നീക്കം പാളി. അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കില്ലെന്ന് LDF വ്യക്തമാക്കിയതോടെ UDF നീക്കത്തിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു. വിവാദങ്ങൾക്കിടയിൽ കോർപ്പറേഷൻ കൗൺസിൽ യോഗം ഇന്നു ചേരാനിരിക്കെയാണ് നാടകീയ നീക്കങ്ങൾ അരങ്ങേറിയത്. UDF പ്രതിപക്ഷ നേതാവ് KS ശബരിനാഥിന്റെ നേതൃത്വത്തിലാണ് അവിശ്വാസ പ്രമേയത്തിനുള്ള നീക്കങ്ങൾ സജീവമാക്കിയത്. എന്നാൽ പ്രതിപക്ഷ നിരയിൽ ഐക്യമില്ലാതായതോടെയാണ് ഈ നീക്കം പാളുകയായിരുന്നു. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിനെ പിന്തുണച്ച് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാർ. VS നടത്തിയ നീതിക്കായുള്ള പോരാട്ടത്തിന്റെ വിജയമാണിതെന്നും അരുൺകുമാർ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. സാധാരണക്കാരായ പിന്നാക്ക വിഭാഗം സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ അവർക്ക് വേണ്ടി അച്ഛൻ വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച വിട്ടുവീഴ്ചയില്ലാത്ത നിയമ പോരാട്ടത്തിന്റെ വലിയൊരു വിജയമാണിതെന്നും അരുൺകുമാർ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ ഡൽഹിയിലെ കേരള ഹൗസ് പ്രോട്ടോകോൾ വിഭാഗത്തിനെതിരെ നടപടി. പ്രോട്ടോകോൾ വീഴ്ച കണക്കിലെടുത്ത് കേരള ഹൗസിലെ പ്രോട്ടോകോൾ ഓഫീസർ ശ്രീകുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഉപതെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ നിർണായക രാഷ്ട്രീയ നീക്കവുമായി TVK. തങ്ങളെ പിന്തുണയ്ക്കുന്ന പാർട്ടികളുടെ യോഗം മുഖ്യമന്ത്രി ജോസഫ് വിജയ് വിളിച്ചു. തെരഞ്ഞെടുപ്പുകളിൽ സഖ്യമായിട്ട് മത്സരിക്കാനാണ് നീക്കമെന്നും ബുധനാഴ്ച ചേരുന്ന യോഗത്തിൽ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുമെന്നും TVK വ്യക്തമാക്കി. കോൺഗ്രസ്, CPM, CPI, ലീഗ്, MDMK പാർട്ടികളെയും യോഗത്തിലേക്ക് ക്ഷണിക്കുമെന്നും സഖ്യത്തിന്റെ പേരും ആലോചനയിലുണ്ടെന്നും TVK നേതാക്കൾ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ യുവ വ്യവസായി കേതൻ അഗർവാളിനെ കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊന്ന കേസിൽ നിർണായക കണ്ടെത്തൽ. കേതിൽ നിന്ന് 1 കോടി രൂപയോളം പ്രതിശ്രുത വധു സിയ ഗോയൽ കൈപ്പറ്റിയിരുന്നെന്ന് റിപ്പോർട്ട്. ഈ പണം സിയ കാമുകൻ ചേതൻ ചൗധരിക്ക് കൈമാറി. ഷോപ്പിങ്ങിനെന്ന് പറഞ്ഞാണ് സിയ പണം വാങ്ങിയത്. ഈ പണം ബിസിനസ് മെച്ചപ്പെടുത്താനായിട്ടാണ് ചേതൻ ഉപയോഗിച്ചത്. പണം കിട്ടിക്കഴിഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിലെത്തുമെന്ന് ചേതൻ സിയയ്ക്ക് ഉറപ്പ് നൽകിയിരുന്നു. കേതനെ കൊലപ്പെടുത്തിയ ശേഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് സിയയുടെ കുടുംബത്തെ കണ്ട് വിവാഹകാര്യത്തിൽ സമ്മതം വാങ്ങാനായിരുന്നു ചേതന്റെ പദ്ധതി. യൂറോപ്പിലുടനീളം അനുഭവപ്പെടുന്ന ഉഷ്ണതരംഗത്തെ തുടർന്ന് ഇതുവരെ 1300-ലധികം പേർ മരിച്ചതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ജൂൺ 21 മുതൽ രേഖപ്പെടുത്തിയ കണക്കുകളാണിത്. ഫ്രാൻസിൽ മാത്രം 1000-ലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും 65 വയസ്സിന് മുകളിലുള്ളവരാണ്. കന്നി ഫിഫ ലോകകപ്പ് കിരീടമെന്ന മോഹത്തിനായി 6ാം തവണയും എത്തിയ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഗ്രൂപ്പ് കെയിലെ അവസാന മത്സരത്തിൽ സമനിലയിൽ പിരിഞ്ഞു. ഹമേഷ് റോഡ്രിഗസിന്റെ കൊളംബിയയുമായി ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞ പറങ്കിപ്പട ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായി നോക്കൌട്ടിൽ പ്രവേശിച്ചു. ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഇംഗ്ലീഷ് താരമെന്ന റെക്കോർഡ് ഇനി ഹാരി കെയ്ന് സ്വന്തം. 2026 ലോകകപ്പ് ഗ്രൂപ്പ് എല്ലിൽ പാനമയ്ക്കെതിരെ ഗോൾ നേടിയതോടെയാണിത്. മത്സരത്തിൽ ഇംഗ്ലണ്ട് 2-0 ജയം സ്വന്തമാക്കി. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.